എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മീശപ്പുലിമല ട്രിപ്പിനെ കുറിച്ചാണ്. പതിവ് പോലെ പുണ്യാളനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ക്ലേ ഓവനിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് ഞാൻ ഇവിടെ നിന്ന് യാത്ര തുടർന്നു. മൂന്നാർ റോസ് ഗാർഡൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് 2 എൻട്രൻസ് ആണ് ഉള്ളത്. ബാക്ക് സൈഡിലെ എൻട്രൻസിലാണ് നമുക്ക് ബൈക്ക് പാർക്കിങ്ങും കാര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉച്ചയോടെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഡ്രൈവർ മുത്തു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു മീശപ്പുലിമലയിലേക്ക് യാത്ര തിരിച്ചത്. KFDCയുടെ ഒഫീഷ്യൽ സൈറ്റ് വഴി നമുക്ക് ഈ ട്രിപ്പ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2320 രൂപയാണ് ഒരാൾക്ക് ഇവർ ഇത് ചാർജ് ചെയ്യുന്നത്. ഈ പാക്കേജിൽ ഒരു ദിവസത്തെ സ്റ്റേയും 3 നേരം ഫുഡും ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നിന്ന് ഏകദേശം 21 കിലോമീറ്ററോളം ദൂരമുണ്ട് ബേസ് ക്യാമ്പിലേക്ക്. കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ലക്ഷ്യസ്ഥാനം ബേസ് ക്യാമ്പാണ്. ഈ പാക്കേജിൽ വരുന്നത് ടെൻറ്റ് സ്റ്റേ ആണ്. ഇത് കൂടാതെ ഇവർക്ക് റോഡോമെൻഷൻ റൂമുകളും സ്കൈ കോട്ടേജും അവൈലബിൾ ആണ്. ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് റൂമുകളാണ്. ഇവിടെ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ റൂമുകളായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതുമല്ല, അറ്റാച്ച്ഡ് ബാത്റൂമും റൂമുകളിൽ അവൈലബിൾ ആണ്. ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തുകയുണ്ടായി. അവിടെ നിന്ന് ചായയും കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈവനിങ്ങോടെ ഞങ്ങൾ ബേസ് ക്യാമ്പിൽ എത്തിച്ചേർന്നു. ഈ വലതുവശത്ത് കാണുന്നതാണ് ഇവരുടെ ഓഫീസ്. നമുക്ക് വേണ്ട ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗും ഫുഡും ഇവിടെ നിന്ന് ലഭിക്കും. ഡിന്നറിന് ഞങ്ങൾക്ക് ചപ്പാത്തിയും ചിക്കനുമായിരുന്നു ഇവർ അറേഞ്ച് ചെയ്തിരുന്നത്. ഇവർ അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അട്ടകളുടെ ശല്യവും ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതുന്നത് വളരെ നല്ലതായിരിക്കും. യാത്ര ചെയ്ത് ക്ഷീണിച്ചതിനാൽ ഞങ്ങൾ ഡിന്നർ കഴിച്ച് ഞങ്ങൾ കിടക്കാൻ പോയി. ഇതായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഈവനിങ് വ്യൂ. രാവിലെ 5:30 ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. സൺറൈസ് കാണുക എന്നതാണ് ഇന്നത്തെ പ്രധാന ലക്ഷ്യം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴികൾ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ജീപ്പായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഞങ്ങൾ സൺറൈസും കണ്ട് റോഡോമെൻഷൻ റൂമിൻ്റെ അവിടെ നിന്ന് ഞങ്ങളുടെ ട്രെക്കിംഗ് ആരംഭിച്ചു. പ്രകൃതി ഭംഗികൾ ആസ്വദിച്ച് വരുമ്പോഴാണ് ഇവർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വരയാടുകളെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് കാണുന്നത്.
ട്രെക്കിങ്ങിന് വരുമ്പോൾ പ്രോപ്പർ ട്രെക്കിംഗ് ഷൂ തന്നെ യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈ ട്രെക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു. ഞാൻ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.